തൃക്കാക്കര ഉമ്മച്ചേച്ചിക്കെങ്ങാനും സീറ്റ് നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി ഇവിടെ. കാരണം തൃക്കാക്കര ഇഷ്ടം പോലെ പൈസയുള്ള ആളുകളുണ്ടല്ലോ, അല്ലെങ്കിൽ വേറെ പലതരത്തിലും സ്വാധീനിക്കാൻ സാധിക്കുന്ന ഒരുപാട് നേതാക്കന്മാരുള്ള ഒരു സ്ഥലമാണ് തൃക്കാക്കര എന്നുള്ളത്. അങ്ങനെ തൃക്കാക്കരയിലെങ്ങാനും ഉമ്മച്ചേച്ചി വിജയസാധ്യതയില്ലാത്ത ഒരു നേതാവാണ്, ഒരു സ്ഥാനാർത്ഥിയാണ് എന്നെങ്ങാനും സുനിൽ കനകലൂർ റിപ്പോർട്ട് എഴുതുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉമ്മച്ചേച്ചി റീപ്ലേസ് ചെയ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, കേരളത്തിലെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒരേപോലെ കോൺഗ്രസിന് എതിരാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി അവിടെ സൃഷ്ടിക്കപ്പെടും. കാരണം അത് പി.ടി. തോമസിൻ്റെ ഭാര്യ എന്നതിനൊക്കെ അപ്പുറത്ത് ഒരുപാട് വാല്യൂ, അത് പി.ടി. തോമസ് എന്നുള്ളതിനാണ് വാല്യൂ, പക്ഷെ അതിനേക്കാളൊക്കെ ഒരുപാട് ഉയരത്തിൽ എത്തി നിൽക്കുന്ന ഒരു എം.എൽ.എ ആണ് ഉമാ തോമസ് എന്ന് പറഞ്ഞത്. ഉമ്മച്ചേച്ചി സത്യത്തിൽ KFCന്റെ സജീവ പ്രവർത്തകയായിരുന്നു. അങ്ങനെയാണ് ഇവർ തമ്മിൽ പി.ടിയുടെ ഒരു ആരാധന തോന്നി അങ്ങനെ പ്രണയിച്ചു വിവാഹം കഴിക്കുന്നത്. രണ്ടുപേരും മതം മാറാനൊന്നും പോയിട്ടില്ല. തോമസ് എന്നുള്ള പേര് വാലായിട്ട് കൂടെ കൂട്ടിയെന്നേ ഉള്ളൂ. രണ്ടുപേരും മാന്യമായിട്ട് പിന്നെ ജീവിക്കുന്ന ആളുകൾ. പറയാൻ കാരണം വെച്ചാൽ ഈ സുനിൽ കനകലു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇവിടെ നീക്കുന്നതെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരെങ്കിലും ഇത് നമ്മൾ ധരിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വാർത്ത എന്ന് ചർച്ചയായിട്ട് നമ്മളിവിടെ ചെയ്യുന്നത്.